ക്ലാസ്സുകാരന്റെ ബുദ്ധിയല്ല മലപ്പുറത്തുള്ള ഈ രുദ്രനുണ്ണിക്ക്. SCERT കലണ്ടറിലെ ഗുരുതരമായ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി വിദ്യാഭ്യാസ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ 81കാരൻ. 10ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമാണ് 81കാരനായ രുദ്രനുണ്ണിക്കുള്ളത്. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഏതു വർഷത്തിലെയും ദിവസങ്ങളും ആഴ്ചകളും നിമിഷങ്ങൾക്കുള്ളിൽ കണ്ടെത്താനുള്ള പുതിയ ഫോർമുലയാണ് രുദ്രനുണ്ണി അവതരിപ്പിക്കുന്നത്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള SCERT പ്രസിദ്ധീകരിച്ച കലണ്ടറിൽ ഗുരുതരമായ 2 പിഴവുകൾ കണ്ടെത്തിയിരിക്കുകയാണ് രുദ്രനുണ്ണി. അതിവർഷം കണക്കാക്കാത്തതും നൂറ്റാണ്ടുകൾക്കിടയിലെ വ്യത്യാസം ശ്രദ്ധിക്കാത്തതുമാണ് SCERT കലണ്ടറിലെ അടിസ്ഥാനപരമായ തെറ്റുകളെന്ന് രുദ്രനുണ്ണി ചൂണ്ടിക്കാട്ടുന്നു. AD 1 മുതൽ ഇന്നേ വരെയുള്ള എല്ലാ തീയതികൾക്കും ഗണിത ക്രിയകളെ കൊണ്ട് ദിവസം ആഴ്ച ഏതാണെന്ന് പറയാൻ സാധിക്കും. നൂറ്റാണ്ടിനും വർഷത്തിനും മാസത്തിനും ഓരോ പ്രത്യേക കോഡുകൾ നിശ്ചയിച്ച് തീയതി സംഖ്യയും കൂട്ടിക്കിട്ടുന്ന തുകയെ 7 കൊണ്ട് ഹരിച്ചാലുണ്ടാകുന്ന ശിഷ്ടം 0 ഞായറും 1 തിങ്കളും 2 ചൊവ്വയും 3 ബുധനും 4 വ്യാഴവും 5 വെള്ളിയും 6 ശനിയും ആയിരിക്കും. 15 കൊല്ലം കൊണ്ട് 2004 മുതൽ പ്രയത്നിച്ചിട്ടാണ് ഈ ഒരു ഉത്തരം കൃത്യമായി കിട്ടിയിട്ടുള്ളത്. ഏത് തീയതി എഴുതി തന്നാലും അന്നത്തെ ദിവസം 3 മിനിറ്റിനുള്ളിൽ കാൽക്കുലേറ്റ് ചെയ്ത് പറയാം. ഫെബ്രുവരി 29 ദിവസമുള്ള അതിവർഷത്തെക്കുറിച്ച് കലണ്ടറിൽ പരാമർശമില്ല. കൂടാതെ AD 1582 ഒക്ടോബർ 4 വരെ നിലവിലുണ്ടായിരുന്ന ജൂലിയൻ കലണ്ടറിൽ നിന്നും ഗ്രിഗോറിയൻ കലണ്ടറിലേക്ക് മാറിയപ്പോൾ സംഭവിച്ച മാറ്റം SCERT പരിഗണിച്ചില്ല. ഗ്രിഗോറിയൻ മാർപ്പാപ്പ ഒക്ടോബർ 5 പകരം 15 പുതിയ കലണ്ടർ നടപ്പിലാക്കിയത്. ഇത് പ്രകാരം എല്ലാ നൂറ്റാണ്ടിലും 25 അതിവർഷങ്ങൾ ഉണ്ടാകില്ല. ആദ്യ 3 നൂറ്റാണ്ടുകളിൽ 24ഉം 4ാം നൂറ്റാണ്ടിൽ 25ഉമാണ് അതിവർഷങ്ങളുടെ എണ്ണം. ഈ സുപ്രധാനമായ കാര്യങ്ങൾ പരിഗണിക്കാതെയാണ് SCERT ഫോർമുല തയ്യാറാക്കിയിരിക്കുന്നതെന്നും ഇത് വിദ്യാർത്ഥികളെ തെറ്റായ വഴിക്ക് നയിക്കുമെന്നും രുദ്രനുണ്ണി ആരോപിക്കുന്നു. ഇത്തരം തെറ്റുകൾ മുൻപും പല കലണ്ടറുകൾ നിർമ്മിച്ചവരിലും ആവർത്തിച്ചിട്ടുള്ളതായി അദ്ദേഹം തെളിയിക്കുന്നു. എന്നാൽ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട SCERT പോലുള്ള ഒരു സ്ഥാപനത്തിന്റെ കലണ്ടറിൽ ഇത്തരമൊരു പിഴവ് സംഭവിച്ചത് ഗൗരവമായി കാണേണ്ടിയിരിക്കുന്നു. ഗ്രിഗോറിയൻ കലണ്ടറിനെ കുറിച്ച് ആഴത്തിലുള്ള പഠനം നടത്തി ഒരു ഗവേഷണ പ്രബന്ധം തയ്യാറാക്കുകയാണ് രുദ്രനുണ്ണിയുടെ ലക്ഷ്യം. സാധാരണക്കാരനായ ഒരു വ്യക്തിയുടെ ഈ അസാധാരണമായ കണ്ടെത്തലും വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പിഴവ് ചൂണ്ടിക്കാണിക്കാനുള്ള ധൈര്യവും ഏറെ പ്രശംസനീയമാണ്. ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പും വിദഗ്ധരും എങ്ങനെ പ്രതികരിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.